അല്ല, ഒരു കാര്യം പറയാനുള്ളത്. ഇതിങ്ങനെ ഒരാൾ കുറച്ച് മുന്നിട്ടാ സെപ്പറേറ്റ് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഡ്രസ്സിൻ്റെ വീഡിയോ എടുത്ത് തരുമോ, ഞങ്ങൾ കൊണ്ടുവന്ന് അയച്ച് തന്നാൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആ ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആളായിരുന്നു ആൾ. ഇപ്പം ഞാൻ ബ്ലോക്ക് ചെയ്ത് ഇട്ട ആളെ. അപ്പോൾ ആളത് കാണുകയാണെങ്കിൽ, കാണാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ, മറ്റുള്ളവരുടെ വഴിയിൽ കൂടിയാണ് അയാൾ കാണുകയാണെങ്കിൽ കാണട്ടെ. നമ്മൾ ഒരാൾക്കാരും അങ്ങനെ ഒരു ഇതിൽ പെടരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ വീഡിയോസും ഫോളോവേഴ്സൊക്കെ കണ്ടപ്പോൾ അവരിങ്ങനെ സെപ്പറേറ്റ് മെസ്സേജ് അയച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഡ്രസ്സ് കൊടുന്ന് തന്നാൽ ഒന്ന് ചെയ്ത് തരാൻ പറ്റുമോ, വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് തരാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഞാൻ ഓക്കെ പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞ് ഹസ്ബൻഡ് വരട്ടെ, ഹസ്ബൻഡ് വന്ന് ചോദിച്ചതിന് ശേഷം നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞ് നോക്കട്ടെ, നോക്കിയിട്ട് എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്, അപ്പോൾ നോക്കിയതിന് ശേഷം നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഒക്കെ ആളെടുത്ത് സംസാരിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആൾ പിന്നീട് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് സംസാരിച്ച ഒരു മാന്യനാണ് എന്ന് തോന്നി. ആൾ സംസാരത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ കൂടെയുള്ള സംസാരങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ സംസാരിച്ച, വേറെയുള്ള ചീത്ത വാക്കുകളോ പ്രവൃത്തികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല മാന്യനായിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ ഓക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളും സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്ത് അയച്ചു കൊടുത്ത്. ഇയാൾ നമ്മളടുത്ത് പറഞ്ഞ് ഇന്ന സമയത്ത് വരും. നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞ സമയങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ അയാൾ മെസ്സേജ് അയച്ച് പറഞ്ഞ്, ഫാത്തിമ അങ്ങനെ ഞാൻ സാധനം അയച്ചിട്ടുണ്ട്, ഇന്ന ഡേറ്റിൽ വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിക്കില്ല, അവരിങ്ങോട്ട് വിളിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് വിളിക്കാറോ അല്ലെങ്കിൽ തിരിച്ച് മെസ്സേജ് അയക്കാറോ ഒന്നുമില്ല. അവരിങ്ങോട്ട് വിളിച്ച് പറയുകയാണ് നമ്മൾ അത് ഇന്ന സമയത്ത് വരും, ഇന്ന ടൈമിൽ അവിടെ എത്തും, നിങ്ങളവിടെ ഉണ്ടാവണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ ആയിക്കോട്ടെ. നമുക്ക് ഉറപ്പില്ല, കാരണം അങ്ങനെ ഫേക്ക് കുറേ വരാറുള്ളതല്ലേ, ഓരോരുത്തർക്ക് ഫേക്ക് വന്നിട്ടൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ച്, നമുക്ക് 100% ഉറപ്പാണ് അത് ഫേക്കാണ്. എന്നാലും നമ്മൾ ഇവരെ രൂപങ്ങൾ എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തത്. അങ്ങനെ ഇതുവരെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, അത് ചെയ്തിട്ടില്ല. അത് അവരെന്തെങ്കിലും ആവട്ടെ, നമുക്കതിന് താല്പര്യമില്ല. ഇനി നമുക്ക് അവർ തന്നാൽ പോലും നമ്മളത് ചെയ്ത് കൊടുക്കില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് വരേണ്ടത്, നമ്മൾ ഇപ്പോഴും അതിന് ആർക്കും ചെയ്ത് കൊടുക്കില്ല എന്നുള്ള ആ ഒരു കാരണം നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നത് കൊണ്ട് നമുക്ക് ചെയ്യാനൊരു താല്പര്യം ഇല്ലാണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു, അങ്ങനൊരു വീഡിയോ പറയണമെന്നുണ്ടായിരുന്നു. നമ്മൾ ചതിക്കപ്പെടാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. അങ്ങനെ അയാളുടെ അടുത്ത് പറഞ്ഞ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്, നീ പേടിക്കണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് മറ്റുള്ള രീതിയിൽ കൂടെ ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊന്നും, ഞാൻ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ഇപ്പോൾ ഓക്കെ, അങ്ങനെയൊന്നും കുഴപ്പമില്ല, ഞാൻ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസ് മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ വരും നമ്മളെ വിളിച്ച് പറയണം. നമ്മൾ അങ്ങോട്ട് വിളിക്കണില്ല അവർ നമ്മളങ്ങോട്ട് വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് നമ്മളോട് പറയണം ഇപ്പോൾ വരും കേട്ടോ, ഇന്ന സമയത്ത് വരും, നിങ്ങളവിടെ ഉണ്ടാവണം. ഓക്കെ, നമ്മളപ്പോഴും ഓക്കെ മാത്രം പറയണുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്താ ചെയ്ത് ഇങ്ങനെ എന്താ, ഇതുവരെ നമ്മൾ അതിന് ഒരു വാക്കുകൊണ്ട് പോലും ആളെടുത്ത് ചോദിക്കാൻ നിന്നിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും ചോദിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ആളെ പേരും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ഇതിൽ പറയണില്ല, അതാൾക്കൊരു മോശമായിരിക്കും, നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ ഇനി ഒരാളും പറ്റിക്കപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുകയാണ്. അപ്പോൾ ആളെ പേരും സ്ഥലവും ഒന്നും ഞാൻ പറയണില്ല, ഞാൻ പറയാട്ട് താല്പര്യപ്പെടുന്നുമില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, അതാണ് പറയാനുള്ളത്. ഓക്കെ, ബൈ.